ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സമയം 10:30 ആയി. ഇന്ന് രാവിലെ തന്നെ ബോട്ടിങ്, പിന്നെ അമ്പലത്തിലൊക്കെ പോകാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ എഴുന്നേറ്റപ്പോ കുറച്ച് വൈകി. ഇവരുടെ ബാംഗ്ലാദേശിലെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ബാംഗ്ലാദേശിലെ ക്ഷീണം പറഞ്ഞേ എക്സ്പീരിയൻസോ കലക്കനായിരുന്നു. ബാംഗ്ലാദേശിലെ എക്സ്പീരിയൻസോ റിലാക്സ് ആകാൻ പറ്റൂലല്ലേ? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ബോട്ടിങ്ങും കാശി വിശ്വനാഥ ടെമ്പിളിലൊക്കെ പോകാന്നുള്ള മൂടായിരുന്നു. അത് നടന്നില്ല. എഴുന്നേറ്റപ്പ 9 മണിയായി. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെ ഒരു ചെറിയൊരു കട, അവിടെ പൂരി സബ്ജി ഉണ്ട്. പൂരി സബ്ജി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്നിട്ട് മസാല ദോശ പറഞ്ഞത്, പക്ഷെ മസാല ദോശ വൈകുന്നേരം ആവുള്ളൂ. പൂരി സബ്ജി അവിടെ നിന്നും അടുത്തപ്പോഴേക്കും ഞങ്ങൾ അടുത്ത കട പിടിച്ച് അടുത്ത കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ 10-15 മിനിറ്റ് നിന്ന് അപ്പോഴും തന്നില്ല സാധനം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കണുള്ളൂ. അകത്ത് ആ ചെറിയ തട്ടുകളുടെ അകത്ത് തന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു റിപ്പീറ്റ് ആയിട്ട്. നമ്മളൊന്നും കണ്ടിട്ടൊരു വിലയില്ല. അവിടെ നിന്നില്ല. ഇനി അടുത്ത കട കണ്ടുപിടിക്കട്ടെ. അടുത്ത ഹോട്ടൽ കണ്ടുപിടിച്ച് അഞ്ജലി കഫേ. അഞ്ജലി കഫേയിൽ മസാല ദോശ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് ഭയ്യ? ആർക്കൊക്കെ ചെയ്യും മതിയോ? സ്പെഷ്യൽ എടുക്കട്ടെ? സബ്ജി, മസാല ദോശ, ആ പരിപ്പുളൊക്കെ ഉണ്ട്. പരിപ്പുള ഉള്ളിനോടൊക്കെ ഉണ്ട്. പരിപ്പോടെ പിടിച്ച് ഇനി എല്ലാം ഒരേ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. പരിപ്പുള തോമസ് സ്പെഷ്യൽ മസാല ദോശ. മസാല ദോശ എങ്ങനെയൊക്കെ കൊള്ള കുഴപ്പമില്ല. അങ്ങനെയല്ല, അഭിപ്രായം ആ ഫീല് കേട്ടെ. ദോശ മസാല ദോശ നമ്മുടെ ദോശ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത പ്ലാൻ പെട്ടെന്ന് പ്ലാൻ ആയതാണ്. അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരെ റൂമിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് മൊബൈലും ക്യാമറയൊക്കെ വെച്ചിട്ട് ഒരു കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാനായിട്ട്. അമ്പലത്തിൽ കയറാൻ കുളിക്കണമല്ല. രാവിലെ എല്ലാവരും കുളി പാസ്സാക്കിയിട്ട് രാവിലെ കുളി പാസ്സാക്കിയിട്ട് നേരെ കാശി വിശ്വനാഥ ടെമ്പിള്, അന്നപൂർണ ടെമ്പിള്, നേപ്പാൾ ടെമ്പിൾ തൊട്ടരികെ തന്നെ ഉണ്ട്. നേപ്പാൾ ടെമ്പിൾ ഒന്നുകൂടി വിസിറ്റ് ചെയ്യാം. പക്ഷെ ഇതൊന്നും വീഡിയോയിൽ ഉണ്ടാവില്ല. കാരണം ക്യാമറ, മൊബൈൽ, ബാഗ് ഈ വക എല്ലാ സാധനങ്ങളും നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അമ്പലങ്ങളൊന്നും കാണിക്കാൻ പറ്റൂല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കാശി വിശ്വനാഥ ടെമ്പിൾ പോയി, അന്നപൂർണ ടെമ്പിൾ പോയി. പക്ഷേ ഒരു രക്ഷ ഉണ്ടായില്ല. എന്നെ അവിടെ ചെന്നപ്പോൾ ഇറക്കി വിട്ടു. ബാക്കിയുള്ളവന്മാർ കയറി, ഞാൻ കയറിയില്ല. കാരണം മൊബൈലും ക്യാമറയൊന്നും കൊണ്ടുപോയില്ല. മൊബൈലും ക്യാമറയൊക്കെ അവിടെ തന്നെ വെച്ചിട്ടാണ്, റൂമിൽ തന്നെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ സ്മാർട്ട് വാച്ച് കയറ്റില്ല. ഒരു കുന്തവും കയറില്ല. ഇലക്ട്രോണിക്സ് ഒന്നും അകത്ത് കയറില്ല. സ്മാർട്ട് വാച്ച് അവിടെ അടിച്ചു വെക്കാമെന്ന് വിചാരിച്ച നടപടി ആയില്ല. അത് കാരണം അവന്മാർ 4 പേരും ഞാൻ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് കയറ്റി. ഞാൻ നേരെ നേപ്പാൾ ടെമ്പിളിൻ്റെ അവിടെ പോയിരുന്നു വെച്ച്. അത് കഴിഞ്ഞ് അമ്മമാർ വന്നപ്പോഴേക്കും ലഞ്ചൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ലഞ്ച് ഞങ്ങൾ ദശാശ്വമേധ് കെട്ടി തന്നെ കഴിച്ചത്. കുഴപ്പമില്ല. ഇന്നത്തെ ലഞ്ചും അടിപൊളി ലഞ്ചായിരുന്നു. ഒരു വെജ് ഫ്രൈഡ് റൈസും പിന്നെ പനീർ ബട്ടർ മസാല ഇത് രണ്ടും കഴിച്ചത്. വെജ് ഫ്രൈഡ് റൈസ് എത്രയാണ്? 90 രൂപയും പനീർ ബട്ടർ മസാല 180 രൂപ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അവന്മാർ കുറച്ച് നടന്ന സ്ഥിതിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തിരുന്നു. ഞാൻ 1.5 മണിക്കൂർ റെസ്റ്റ് കൊടുത്തിട്ട് ഇനി ഇവിടെ നിന്ന് വേറൊരു ഘട്ടിൻ്റെ ഏരിയയിലേക്ക് പോകും. അവിടെ BHU എന്ന് പറഞ്ഞാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇന്ത്യയുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് സംഭവങ്ങൾ കൂടി ഉണ്ട്.
അപ്പോൾ അവന്മാർ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ കാട്. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ബാക്കിലെ വെറുതെ വൈകുന്നേരം കയറുന്നപ്പോൾ കണ്ട നോക്കി ഇവിടെ നിറച്ച് പൊട്ടം പറന്ന ആൾക്കാരാണ്. അത് പ്രായഭേദമില്ല. ഇവിടെ ഉള്ളത് ഒരു 3-4 പിള്ളേരാണെങ്കിൽ ഇതവിടെ ഒരു അങ്കിളാണ്, ഇതവിടെ ഒരു ചെറിയ പയ്യൻ. പിന്നെ കാണിച്ചു തരട്ടെ, ഇതിൻ്റെ ഹോസ്റ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ടീംസിനെ കണ്ടത്. അവരൊരു സൂട്ട് കേസിലാണ് പട്ടം കൊണ്ടുവന്നത്. രതിയോടെ ഒരു ടീമുണ്ട്, അവിടെ ഒരു സൂട്ട് കേസ് ഇരിക്കുന്നുണ്ട്. ആ സൂട്ട് കേസ് ഫുള്ള് പട്ടു. അവർ പറത്തുന്നു, പൊട്ടിപ്പോയ അപ്പം തന്നെ അടുത്തെടുക്കുന്നു, അത് പറത്തുന്നു. ഇത് പടത്തൊക്കെ കെട്ടിയാലുണ്ട് ഇതേ തുടങ്ങിയോടെ പുറത്ത് നിറച്ച് പട്ടവണോടാ. തപ്പടിയാണ് അതാണ്ട് അതൊരു അങ്കിള് കണ്ട, അതിൻ്റെ ഒരു അങ്കിള് തന്നെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു 5-6 പേരുണ്ട്. ഇവിടെ ഈ ടാങ്ങിൻ്റെ അപ്പുറത്ത്, ഈ വൈറ്റ് ടാങ്ങിൻ്റെ അപ്പുറത്ത് ഒരു 5-6 പേരുണ്ട്. നല്ല പരിപാടി. ഞാൻ 5:30 ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ സമയം 6:15. പട്ടമ്പറത്തിൽ ടീമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ നേരെ പോകുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അവിടെ രാത്രി 10 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ സമയം 6:15. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ നടക്കാനുണ്ട്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. അവിടെ അങ്ങോട്ട് പോണ വഴിക്ക് വേറെ കുറച്ച് പരിപാടികൾ കൂടിയുണ്ട്. അപ്പൊ നമ്മിപ്പോ ഘട്ടിലേക്ക് ഇറങ്ങി. എല്ലാരും ഭക്തിസാന്ദ്രമാണ് ഡ്രസ്സൊക്കെ കൊടുത്തേക്കുന്നത്. ഏതാ കുണുവാനന്ദ സ്വാമികൾ. ഈവനിങ് വേറെ മൂടാണ്ടോ ഘട്ടിയിൽ കൂടെ നടക്കല്. മഹാദേവ് ഈവനിങ് ഈ ഘട്ടി പോകുന്നത് വേറെ മൂട ആർട്ടിസ്റ്റുകളുടെ. പൊളി പൊളി ലൈറ്റൊക്കെ ഇട്ട് വെറുതെ വേറെ മൂട്. ബാബു പാണ്ഡേ ഘട്ട് ബോട്ടുകൾ ഇപ്പം 20 രൂപ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. പട്ടമ്പറത്തിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലൂടെ. ഇതാണ് കേദാർഘട്ട്. ഇവിടെ ഒരു തമിഴ് ടച്ചാണ്ട ഫുള്ള്. തമിഴിലെ എഴുതിയത് എനിക്ക് സംഭവം അറിയാമെന്നുള്ള ഫുള്ള് തമിഴന്മാരോടെ ഉള്ളത്. ഇവിടെ ബോട്ടിങ് നോക്കിയേ. ശവങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇതെല്ലാം ശവങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുണ്ട്, താഴത്തുണ്ട് ശവങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതൊരു ബിൽഡിങ് പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ശിവാല കെട്ടിലെത്തി. ശിവാലാഘട്ട് കുറച്ച് വലിയ ഘട്ടം കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കണ്ടെന്നോ. അതാണ് ഇവിടെ കുറച്ച് വലിയ ഘട്ടമാണ് ഇവിടെ. ഇപ്പം ഏതാണ്ട് 2 കിലോമീറ്റർ നടന്നു. നമുക്ക് ആ കാണുന്ന എൻഡിലുള്ള ലൈറ്റിൻ്റെ അവിടെ വരെ പോകണമെന്നാണ് എനിക്ക് തോന്നണത്. അവിടെ എന്തോ ഫയർ ഉണ്ടെന്നുള്ള പരിപാടി നടക്കണമെന്ന് തോന്നുന്നു. എന്ത് നടക്കണ്ട അവിടെ? ഡാൻസാണ്.
നടന്ന് നമ്മൾ ജെയിൻ ഘട്ടെത്തി. അവിടെ നല്ല തിരക്കാണല്ലോ. അവിടെ എന്ത് പരിപാടി നടക്കണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കാണ്. വാവ്, ഇത് കണ്ടില്ല. നോക്കി അവിടെ ആരതി തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ കേട്ടറിഞ്ഞതിൽ വൈകുന്നേരം ദശാശ്വമേതിലും രാവിലെ അസീകട്ടിലായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ട് ആരതി. അപ്പൊ ഒരു സ്ഥലത്തല്ല നടക്കുന്നത്. ബദൈനി ഘട്ടെത്തി. ബദൈനി ഘട്ടിൽ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ടഫാണ് ഇവിടെ കയറിപ്പോക്ക്. നോക്കിയേ, ഈ ബോട്ട് എങ്ങനെയുണ്ട്? ഫ്രണ്ടിൽ ആരാണെന്നാവോ? ഓ, ഇത് വിഷ്ണുവിൻ്റെ അവതാരം. വിഷ്ണുവാണല്ലോ മീനിൻ്റെ അവതാരം. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ മീൻ. അതേ ഷേപ്പിലൊരു ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് ഇനി താഴേക്ക് ഇറങ്ങണം. അവിടെ ചെറിയൊരു തിരുത്തുണ്ട്. ചെറുതല്ല, കുറച്ച് വലിയൊരു തിരുത്തുണ്ട്. നേരത്തെ പറഞ്ഞ വിഷ്ണുവിൻ്റെ അവതാരമല്ലേ, ഇതൊരു മത്സ്യകന്യകയുടെ ബോട്ടാണ് കേട്ടോ. മത്സ്യകന്യകയായിരുന്നു. വിഷ്ണുവിൻ്റെ അവതാരം മീനെന്നൊക്കെ പറഞ്ഞ് വലിയ കഥയൊക്കെ അടിച്ചാണ് ഞാൻ. അപ്പൊ വീണ്ടും 3G ആയിട്ടുണ്ട്. കാരണം സോറി വീണ്ടും 3G ആയിട്ടുണ്ട്. BHU ക്യാമ്പസ് ക്ലോസ് ചെയ്തു. കാരണം അവിടെ എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കണം. കാരണം 6 മണിയായപ്പോഴേക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഓപ്പൺ ചെയ്യുള്ളൂ. BHUവിൽ പഠിക്കണ ഒരു ആളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞാണ്. അപ്പോൾ ഈ നമ്മുടെ സൈഡിൽ തന്നെ ഒരു ഘട്ടുണ്ട്. ആ ഘട്ടിൻ്റെ മേളിലൊരു മ്യൂസിക് കൺസേർട്ട് നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ആ മ്യൂസിക് കൺസേർട്ട് കാണാനായിട്ട് പ്രൈസ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും കയറി കാണാം. ഇവിടെ തന്നെ കുറേ പേര് ഗിറ്റാറും മറ്റേ എന്താണ് സിത്താർ നാളൊക്കെ ഇവിടെ കുറേ പേര് ഇരുന്ന് പാടുന്നുണ്ട്. നമുക്ക് മേളിലേക്ക് കയറി അവിടുത്തെ മ്യൂസിക് കൺസേർട്ട് ഒന്ന് കാണാം. ഇവിടെയാണ് ആ മ്യൂസിക് കൺസേർട്ട് നടക്കുന്നത്. ദുപ്പത് മേള തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണുള്ളൂ. കച്ചേരി പരിപാടി. കുറച്ച് ആൾക്കാരുള്ളൂ, കുറച്ച് ഫോറിനേഴ്സും. वंदे नारदतनुं तमुद्धार जगत गीतम मुदे शंकरम. आप सभी നമ്മപ്പോ മ്യൂസിക് കൺസേർട്ട് കാണുന്നില്ല, അവിടെ ഭജനായിട്ടാണ്. മ്യൂസിക് കൺസേർട്ട് എന്ന് പറഞ്ഞ് കയറിയപ്പോഴേ ഭജന എന്തായിരുന്നു നടക്കുന്നത്. അപ്പൊ അത് നേരെ ചാടി ഇറങ്ങി. ആരതി കഴിയാറായി. അപ്പൊ ചുമ്മാ അവിടെ ഒന്ന് കാണാം. കൊള്ളാം. അസീഘട്ടിലെത്തി. ഇതാണ് അസീഘട്ടിൻ്റെ അവസ്ഥ. ലൈവ് ഗംഗാരതിയെ കാണിക്കോളൂ ടി വിയിൽ. ഇവിടുത്തെ പേരക്കിടക്ക് സൈസ് ഉണ്ടോ? ഇവിടുത്തെ സൈസോടെ പേരക്ക. അധികമില്ല അപ്പൊ അതല്ലേ ഞാൻ പറയാൻ വന്നത്. ഞങ്ങളെ അസീഘട്ടിലെത്തി. ഒരു 4 പേര് ചായ കുടിക്കുന്നു. അപ്പൊ ഇന്ന് ടോട്ടലി നമ്മുടെ പരിപാടികളെല്ലാം 3G ആയിരുന്നു. എന്നാ കാശി വിശ്വാസം പുള്ളി കയറ്റിയില്ല. ഇവന്മാര് കയറി എൻ്റെ ഫുൾ പരിപാടി ഷോ പോയി. അപ്പൊ ഇപ്പൊ BHU പോവാന്ന് വെച്ചാൽ BHU ഷോ പോയി. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ ഫുള്ള് ഷോ പോയിരുന്നു. ഈ വേറെ എന്തെങ്കിലും പരിപാടികളാണ് നോക്കട്ടെ. കുറച്ച് കമ്പനിക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവന്മാരുടെ പ്ലാൻ എന്താന്ന് നോക്കിയിട്ട് അസീഘട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി ഇവിടെ നമുക്ക് തിരിച്ച് നമ്മുടെ ഏരിയയിലേക്ക് ഘട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകാതെ റോട്ടിൽ കൂടി പോകാമെന്ന് വിചാരിച്ചു.
സീകന്റെ പുറത്തുള്ള മാർക്കറ്റിൽ കൂടെ നോക്കുക എന്താ അവസ്ഥയുള്ളത്. നമുക്ക് റൈറ്റിലേക്ക് പോവാം. ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ കുറെ ഉണ്ട്. നമുക്ക് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയാലോ. രാവിലെ ബാത്റൂമിൽ പോക്ക് എളുപ്പമായിരിക്കും. കൂടെ വന്ന രണ്ടുപേരും മിസ്സായി. അവരെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ കണ്ടൊരു സീനാണ്ടത്. ഇവിടുത്തെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് വേറൊരു ട്രാൻസ്ഫോമർ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ നിന്ന് കണക്ഷൻ കൊടുത്തേക്കണം. പക്ഷെ എന്ത് സീനാ നോക്കണേ. പണിപ്പോ ആളുകൂടെ ഇലക്ട്രീഷ്യൻ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്താ പോകുന്ന വഴി ഒരു അത്ര മൂതൊക്കെ വെക്കുന്ന ഒരു ഷോപ്പിൽ കയറി നമ്മുടെ അലൻ ഒരു സാധനം എടുത്തു. മിസ്റ്റിക് ഓറ. ഞാനെടുത്തത് ബാഗിലായിരിക്കാം. ഞാൻ എടുത്തത് ഇതിൻ്റെ ഒരു ചെറിയ ബാഗ് എടുത്ത് സഫ്രാനി പ്യൂർ. പിന്നെ ഒരു ലോക്കറ്റ് മേടിച്ച്. ലോക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഉണ്ട് ലോക്കറ്റ്സ്. പിന്നെ കുറെ സ്റ്റോൺസിന്റെ സംഭവങ്ങൾ. പിന്നെന്താണ് ഇത് അത്തർ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. എല്ലാം റീസണബിൾ പ്രൈസാണ്. പിന്നെ അതെ ധൂപ്പ് കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ. നശിപ്പിക്കലടാ. പുകഴത്തരം കാണിക്കല്ലേ ബോബി. അതെ അതെ ബാഗ്. അപ്പൊ ഓക്കെ. आपका नाम क्या है? सच्चिदानंद दीक्षित. ओके. कड़े പേര് ഞാൻ പുറത്ത് കാണിച്ചു തരാം. आपका कार्ड दिखाओ. ഓക്കെ ഇതാ കാർഡ്. അപ്പൊ വാരണാസി വരുമ്പോ എല്ലാവരും വിസിറ്റ് ചെയ്യുക. അരോമ ഗാർഡൻ പൊളിയാണ്. താങ്ക് യു. എനിക്കറിയില്ല. ഇത് ഗണപതി. ഇതേതാണ്? ശിവന. എന്ത് ദൈവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വല്ല ഇടിയിട്ടോന്നാവോ? അതുകൊണ്ട് വിഷ്ണുവാ. അതെങ്ങനെയാണ് ചെയ്തത്? കാശി വിഷ്ണു. കാശി വിഷ്ണു. ആ നന്ദി. ആ നന്ദിയാണല്ലേ? ഓക്കെ. बहुत प्राचीन पुरानी है ये सब. विष्णु का अवतार है. विष्णु का अवतार. यस. विष्णु का श्री हयग्रीव केशव. ओके. नेम इज हयग्रीव केशव भगवान. ആക്ച്വലി ഇതാണ് നമ്മൾ ഗട്ടിക്കൂടെ വന്നത്. വരെ തമിഴ് എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞില്ലേ? ആ അമ്പലമാണിത്. ഗട്ടിക്കൂടെ വന്നപ്പോ കണ്ട അമ്പലം. യെസ് തോന്നിയായിരുന്നു. അത് എന്തായാലും വർക്കുകളാണ് ഇവിടെ. മണികളും സംഭവങ്ങളെല്ലാം. നേരെ മലയാളം ഇരിക്കുന്നുണ്ട്. സംഭവം മലയാളമുണ്ട്.
അതൊക്കെ വേറാണ്. ആ ശിവനാണ് അതേ ബാക്കിൽ മറ്റേ ഇതിട്ടുണ്ട്. ശിവനാണ് ശിവന്റെ മലയാളം ആ അമ്പലാത്ത് കുഞ്ഞുണ്ണി പിത്തൻ ഇതാ സംതിങ് അങ്ങനെ അല്ലൻ കുറച്ച് നാളൊക്കെ മേടിക്കാൻ വേണ്ടി കയറിയാണ്. ഓരോ സിംഗിൾ പീസ് രുദ്രാക്ഷങ്ങൾ. ഇത് ലാബ് സർട്ടിഫൈഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ലാബ് സർട്ടിഫൈഡ്. ഇതിൻ്റെ ബാക്കിലെല്ലാം ഇതിൻ്റെ വെയിറ്റ് സംഭവങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും. ഉണ്ടാ എത്ര പീസ്, പിന്നെ എവിടെയാണ് സർട്ടിഫൈ ചെയ്തത് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു മാല വാങ്ങിച്ചു സർട്ടിഫൈഡ് ആയിട്ടുള്ള രുദ്രാക്ഷത്തിൻ്റെ ചെറിയൊരു മാല. ഇതൊക്കെ ലാബ് സർട്ടിഫൈഡ് ആണ് ഈ വെച്ചേക്കുന്നത്. 4 മുഖം, 9 മുഖം, 3 മുഖം, 2 മുഖം എല്ലാം ഉണ്ട് ഇവിടെ. മെഡിക്കണോ നീ? 369. ഓക്കെ. 369. എനി സ്പെഷ്യൽ റീസൺ? ജയ് ശ്രീരാം. അങ്ങനെ സ്വാമിമാരെല്ലാരും കൂടി മധുരം കഴിക്കാൻ വേണ്ടി കയറി. നമുക്ക് ചംചം പൊന്നോ എന്ത് ചോദിച്ചാൽ അപ്പൊ തന്നെ എടുത്തു. പ്ലേറ്റ് ചോദിച്ചപ്പോ തന്നെ എടുത്തു കൊടുത്തു. ചംചം ഇവിടെ ഗുലാബ് ജാം वो भी सेम है. ഓറഞ്ച് രസഗുള. ഓക്കെ. ലോഡ് ഐറ്റംസ് ഉണ്ട്. ഞാൻ പിന്നെ ഷുഗർ വീട്ടം നിർത്തിയേക്കുന്നതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കണല്ലോ. എങ്ങനെയുണ്ട് ചംചം? ചംചം പൊടിയാ? ഇതേപോലത്തെ കളറ് ഓരോ ഞാൻ പൂരിമോട്ടെന്ന് പറഞ്ഞത് അതല്ല ലഡു തന്നെ. എങ്ങനെയുണ്ട് കുണുസ്വാമി? ഷുഗർ കൂടുതലാണ്. ഷുഗർ കൂടുതലാണ്. ഷുഗർ കുറച്ച് കൂടുതലാണ്. വെല്ലുവിളിക്കുള്ള നടപ്പ് പുള്ളി കണ്ടവരുടെ നമുക്ക് രാത്രി ഈ ഏരിയ കൊള്ളാം. അത് നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഏരിയനേക്കാളും കുറച്ചും കൂടി ക്രൗഡഡാണ്. കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, വൃത്തിയുണ്ട് കുറച്ചും കൂടി. കേരളക്കായിക്കോട്ടാ. അത് നമ്മൾ ഡിന്നർ നമ്മുടെ ഇവിടെ നിന്നാണ്. പ്രീതി ഫാസ്റ്റ് ഫുഡ് കോർണർ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഇന്നലെയും ഡിന്നർ കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഇന്നും ഇവിടെ തന്നെ ആക്കി. 4 എഗ് റോളും ഒരു വെജിറ്റബിൾ ന്യൂഡിൽസും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്ഥലം, ഇതാണ് നമ്മുടെ കുട്ടി ബാബ. അത് കുണുമാമേത്തേക്ക് കുണുമാമിക്ക് വയ്യാത്തോണ്ട് കുണുമാമേത്തേക്ക്. കുണുസ്വാമിക്ക് ചെറുതായിട്ട് പനി പിടിച്ച് വയ്യാണ്ടിരിക്കുന്നുണ്ടായി. അയ്യോ കുണുസ്വാമിക്ക് പനി പിടിച്ച് പനി. എഗ് റോൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. കുമാരസ്വാമി എങ്ങനെയുണ്ട്? അതേപോലെയാ. എല്ലാരും അഭിപ്രായം പറയിക്കണു. അതിനകത്തെ തട്ടിക്കൊണ്ടുവന്നിട്ട് രസമില്ല. എനിക്കുള്ള ചൗമീൻ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചൗമീനെത്തി. അപ്പൊ വരെ കാലിയായി. അയ്യ അതുകൊണ്ടൊക്കെ കുറച്ചുണ്ടല്ലേ. കുണുസ്വാമിയുടെ കഴിഞ്ഞില്ലേ? യെസ്, ബുധനാണ് കുറച്ച്. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞ് വെരി അഫോർഡബിൾ ഡിന്നർ. 4
എഗ് റോളും ഒരു ചൗമീനും കഴിച്ചപ്പോൾ ആകെ 250 രൂപ എല്ലാം 50 വെച്ച് വെരി സിമ്പിൾ. എങ്ങനെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു? അപ്പൊ എന്തായാലും ഇന്ന് അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് തന്നെ വഴി, എപ്പോഴും വഴി തെറ്റാറുണ്ടായിരുന്നു. ഇന്നലെ വഴി തെറ്റി കുറെ കറങ്ങി. അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. Until next video, peace out. എന്തായാലും ഇന്ന് പീസ് ഔട്ട്.